ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു ഇടിഞ്ചക്ക തോരൻ വെക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിന്ന് ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഇടിച്ചക്ക തോരൻ വെക്കാം. ഇടി ഉണ്ടാക്കാന്നല്ല പറഞ്ഞത്, ഇത് വെച്ച് ഇടിഞ്ചക്ക, ഇതിന് ഇടിഞ്ചക്ക എന്നാണ് പറയുന്നത്. അത് വെച്ച് തോരൻ ഉണ്ടാക്കി തരാം. അല്ല നമുക്ക് ഇടി വാങ്ങിച്ചു തന്നല്ല. ബാ, ഇതിൻ്റെ മുള്ളുള്ള ഭാഗമൊക്കെ നന്നായിട്ട് ചെത്തിക്കളയണം. പക്ഷേ ഇടിഞ്ചക്കയെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് നല്ല വിളവ് കുറഞ്ഞ ചക്കയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇത് ശകലം ഇതായിപ്പോൾ കേട്ടോ, ചക്കക്കുരുവൊന്നും ഇത്രയും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ചക്കയാണ് നല്ലത്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൂഞ്ച്, ഈ നമ്മുടെ നാട്ടിൽ പൂഞ്ചെന്നാണ് പറയുന്നത്, നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പൂഞ്ച് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഇതുപോലെ കുക്കറിൽ വെച്ച് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പിസിലടുപ്പിച്ചെടുക്കാം. ഗ്യാസ് തീർന്നു. തൽക്കാലം നമുക്ക് കുക്കർ അടുപ്പിലോട്ട് വയ്ക്കാം. ഇടിഞ്ചക്ക തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി. ഇത് മൊത്തത്തിലൊന്ന് ചതച്ചെടുക്കാം. ഇത് മഷി പോലെ അരച്ചെടുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാൻ പറ്റും, ലൈറ്റായിട്ട്. നമ്മുടെ മോളൂട്ടിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. ആ സമയം കൊണ്ട് പിസിലടുപ്പിച്ച് വെച്ച ചക്കയെ തോർത്തി നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം. ഗ്ലാസ് വെച്ച് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇതിനകത്തോട്ട് കൊണ്ടൊന്ന് ഫോൺ വെക്കാതെ എനിക്ക് ചതക്കണ്ടേ. അയ്യോ, ചട്ടി ചൂടായ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലോട്ട് കറിവേപ്പില, ഉള്ളി, വറ്റൽമുളക് ഇത്രയും കൂടെ വഴറ്റി എടുക്കാം. ഇതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അങ്ങോട്ട് ഇടാം. ഇതിലോട്ട് ഈ ഇടിച്ച് വെച്ചേക്കണ ചക്ക നമുക്കിതിലോട്ടൊന്ന് ഇടാം. ചൂടാണ് മക്കള്, തൊടല്ലേ. ചക്ക കുറച്ച് കഴിച്ചാൽ ചൂടുണ്ട്. അമ്മ, അപ്പത്തേക്ക് ഒരു കാര്യം ചെയ്യണം. ചക്കയെന്ന് പറയും, ചക്കക്കൂരി തോര കൊടുക്കല്ലേ അമ്മ. ഒന്നുമില്ല, രാത്രി അമ്മ ഉറങ്ങാൻ സമ്മതിക്കൂല.